ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ചൂര മീനാണ് കേട്ടോ. ഏത് മീൻ കൊണ്ടാണെങ്കിലും അച്ചാറിടുക, പക്ഷേ ഇങ്ങനത്തെ കഷ്ണ മീൻ കൊണ്ട് അച്ചാറിടുന്നതാണ് കേട്ടോ ഏറ്റവും നന്നായിരിക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്കൊന്ന് അതിന് മസാല പുരട്ടിയെടുക്കാം കേട്ടോ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് ഉപ്പ് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ മസാല നല്ല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം കേട്ടോ. മസാല നല്ലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. 1/4 കപ്പ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/4 കപ്പല്ല, ഒരു 2 ടേബിൾ സ്പൂണും കൂടി, 2 സ്പൂണും കൂടി അധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. മസാല നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ മുളക് കരിഞ്ഞ് പോവുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ മുളക് കരിഞ്ഞ് പോവാതെ നമുക്ക് കിട്ടും. ഞാൻ ബീഫ് അച്ചാറിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു പറഞ്ഞ് കുറേ പേര് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണ നല്ല ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ. എണ്ണ തിളക്കൊന്നും വേണ്ട കേട്ടോ, നല്ലോണം ചൂടാക്കി കിട്ടിയാൽ മതി. ഇനി അത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ മതി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. വെളിച്ചെണ്ണ ആകുമ്പോൾ അധികം ഇരിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കാത്തത്. നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യണില്ലല്ലോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് എണ്ണയിലല്ലേ, ഒന്ന് അങ്ങനെ ഇളക്കി. നല്ല മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ, ഒരു ഹാഫ് മുരിയലൊക്കെ മതി. ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ. മീൻ ഇട്ട സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പം മസാലയൊക്കെ നമ്മൾ പോവുള്ളൂ. പോവാതിരിക്കണമെങ്കിൽ നല്ല മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതിനെ കോരിയെടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ.
കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി കൊടുക്കാം കേട്ടോ. ചെറുതായി ചോപ്പി എടുത്തെടുത്ത ഇഞ്ചിയാണ് കേട്ടോ. ഞാൻ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടം പോലെ എടുത്തോളൂ കേട്ടോ. ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചെറുതായി നോക്കിയെടുത്തതാണ്. നമുക്ക് നല്ല മൂത്ത് വരട്ടെ കേട്ടോ. പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നുറുക്കിയെടുത്തതാണ് കേട്ടോ. നീളത്തിലല്ല, വട്ടത്തിൽ നുറുക്കിയെടുത്തതാണ്. ബീഫ് എങ്ങനെ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നുറുക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല മൂത്ത് വരട്ടെ കേട്ടോ. അതിൽ കിടന്നിട്ട് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി വേപ്പില. ഇനി നമ്മൾ സുർക്കയിൽ ഇളക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് നല്ല മൂത്ത് വരട്ടെ കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ വിട്ട് പോയതാണ് കേട്ടോ. ഓണാക്കാൻ മറന്നു പോയി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അര ഗ്ലാസ് വെള്ളമാണ്, 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. കായാണ് ചേർക്കണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എണ്ണയിൽ ഫസ്റ്റ് നമ്മൾ കടുക് ഇട്ടില്ലേ ആ സമയത്ത് ചേർക്കണം കേട്ടോ. ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. 1 കിലോ ചൂര മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ മീനിക്കുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ.
അച്ചാർ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. മീനച്ചാർ, ചൂരമീൻ അച്ചാർ, നല്ല ടേസ്റ്റിയായ ചൂരമീൻ അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.